ഏതാനും വർഷം മുമ്പ് ഉണ്ടായ രണ്ട് സംഭവങ്ങൾ ഞാനിവിടെ നിങ്ങളടുത്ത് പറയാൻ കേട്ടോ. അതിൽ നിന്ന് തുടങ്ങാം നമുക്ക് മറ്റ് കാര്യങ്ങൾ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഷെയ്ഡിൽ നിന്നുകൊണ്ട് തട്ടുമുട്ട് സാധനങ്ങളൊക്കെ പിറക്കി താഴേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പണിക്കാരൻ. അപ്പോൾ താഴെ അതിൻ്റെ ഉടമസ്ഥ നിൽക്കുന്നുണ്ട്. ഈ പണിക്കാരൻ എപ്പോഴോ ബാലൻസ് തെറ്റി താഴെ കരിങ്കല്ലുകൾ കൂട്ടിയിട്ട് പണിതുകൊണ്ടിരിക്കുന്ന വീടാണ്, കരിങ്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. കൂടാതെ ഈ മുകളിൽ നിന്നുള്ള ഈ തട്ടുമുട്ട് പലക ആണിയുള്ളതൊക്കെ താഴേക്ക് പിറക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയോ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബാലൻസ് തെറ്റി താഴേക്ക് പോകുന്നു. ഈ പോകുന്ന നിമിഷം തന്നെ ആ ഓണർ താഴെ നിൽക്കണ്ടായിരുന്നു. എങ്ങനെയോ ചാടി പിടിച്ച് തട്ടിമുട്ടി അതിലൊന്നും വീഴാതെ രക്ഷപ്പെടുത്തി. അപ്പോൾ നമ്മൾ പറയും അല്ലേ, ആ വീണ ആൾ തന്നെ പറയും, അപ്പോൾ ദൈവമായിട്ടാണ് കേട്ടോ, എൻ്റെ ദൈവമാണ് കേട്ടോ, എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ, എൻ്റെ ദൈവമാണ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ മറ്റുള്ളവരും പറയും, ദൈവമേ ആ സമയത്ത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവമായിട്ടാണ് എന്നൊക്കെ പറയും കൊണ്ടെത്തിച്ചത്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഇതുപോലെ തന്നെ ഉണ്ടായി. രണ്ട് സഹോദരങ്ങൾ, അതിൽ ഒരാൾ മുകളിൽ ടെറസിൻ്റെ മുകളിൽ, ഒരാൾ താഴെ നിൽക്കുന്ന ആൾ നോക്കണ സമയത്ത് തന്നെ മുകളിൽ നിന്ന് ആൾ താഴേക്ക് പോകുന്നു, ചാടി പിടിച്ചു. ഈ സംഭവങ്ങളൊക്കെ വളരെയേറെ വൈറലായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം തന്നെ അറിയാം. ആ സമയത്തൊക്കെ നമ്മൾ പറയും ദൈവത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചു. അതുപോലെ പല അപകടങ്ങളിലും ആക്സിഡൻറ്റുകളിലും ഇതുപോലെ ഒരു കൈത്താങ്ങ് അവിടെ ഉണ്ടാവാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. അപ്പോഴൊക്കെ നമ്മൾ പറയുന്ന കാര്യം ദൈവമായിട്ട് വന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നത്തിൽ പോലും എനിക്ക് കരുതാൻ പറ്റാത്ത ഒരു കാര്യം, അത് എൻ്റെ സഹപാഠികൾ എനിക്ക് ചെയ്തു തന്നു. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന വീട് തന്നെ. അപ്പോൾ എൻ്റെ ഉള്ളിൽ അവർക്ക് എപ്പോഴും ഒരു ദൈവത്തിൻ്റെ സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത്. അതൊരിക്കലും ഒരു തെറ്റല്ല. ഞാൻ അവരെ ദൈവത്തെ പോലെ, ദൈവമായിട്ടല്ല ദൈവത്തെ പോലെ കാണുന്നു. അതെൻ്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ട് നമ്മളങ്ങനെ, അല്ലാതെ ഞാൻ വിചാരിച്ച് നടക്കാത്ത ഒരു കാര്യം എനിക്ക് സാധിച്ചു തരുമ്പോൾ അവരെൻ്റെ ദൈവമാണ്. അത് ഒരാളായിക്കോട്ടെ പലരായിക്കോട്ടെ എൻ്റെ ദൈവമാണ്. അതുപോലെ തന്നെ എൻ്റെ താഴെ മോൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു സമയത്ത്, പ്രസവത്തിൻ്റെ സമയത്ത് അത് സിസേറിയനാക്കി മാറ്റി അമ്മയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആ ഡോക്ടർ, ലേബർ റൂമിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആ ഡോക്ടറിൻ്റെ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഞാൻ ചെന്ന് കാല് പിടിക്കേണ്ടായി. കാരണം കുഞ്ഞിനെ പൊക്കിൾ കൂടി അതുപോലെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. കുട്ടി വയറ്റിൽ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് ആ ഓപ്പറേഷൻ നടത്തി ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി, കുഞ്ഞിൻ്റെ അമ്മയെയും രക്ഷപ്പെടുത്തി. ഒരേപോലെ രണ്ടുപേരും ഇന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നലെ കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഡോക്ടറെ കുറിച്ച് ചിന്തിക്കുമ്പോഴെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് ഇതുവരെ പെട്ടെന്ന് ഡോക്ടർ ഓർമ്മ വരും. ആ ഡോക്ടറിൻ്റെ ദൈവമാണ്. അതുപോലെയാണ് പല സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ കാണും. നമ്മൾ ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആ ദൈവങ്ങളെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ശിവനെയോ മഹാവിഷ്ണു, കൃഷ്ണൻ, പാർവതി, ഇവരൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ക്രിസ്തു, മുസ്ലിം ദൈവങ്ങൾ ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇവരൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇതേപോലെ ഓരോ സഹായഹസ്തവുമായിട്ട് എത്തുന്ന ആളാരാണോ അവരാണ് നമുക്ക് ദൈവം. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ഞാനൊരു 3-4 ദിവസം മുന്നേ മാതാ അമൃതാനന്ദമയി അമ്മയെക്കുറിച്ച്, അമ്മയുടെ ആശ്രമത്തെക്കുറിച്ച് എൻ്റെ അറിവും ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടാവും, വെള്ള പൂശാൻ വന്നതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ. അതൊന്നും എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം ഞാൻ എന്താണോ കണ്ടത്, ഞാൻ എന്താണോ അനുഭവിച്ചത്, ഞാൻ എന്താണോ കേട്ടത്, അത് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതിലപ്പുറം എനിക്ക് ആശ്രമത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് അമൃതാനന്ദമയി ആശ്രമത്തിൽ നിന്ന് ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തതും, ഹോസ്പിറ്റലിൻ്റെ അവശരായ പാവപ്പെട്ട രോഗികൾ വരുമ്പം അവർക്കുള്ള സഹായങ്ങൾ,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അതല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് വാർത്താ മാധ്യമങ്ങളിൽ കൂടി, ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ്. എന്നിട്ട് അത് അറിഞ്ഞില്ല എന്ന് നടിച്ചുകൊണ്ട് വെറുതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടുള്ളതല്ല. അപ്പോൾ അതാണ് അതിൻ്റെ താഴെ, ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ആ കമൻറ്റുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നത് തന്നെ ഒരു തെറ്റല്ലേ? ആശ്രമത്തിൽ നിന്നും ഇങ്ങനെ ഒരുപാട് പാവങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് അവിടുന്ന് കിട്ടിയ, എനിക്ക് അവിടുന്ന് എന്താണ്, ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചാൽ പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം, ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ശാന്തത ലഭിച്ചു എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയും പിന്നെ അവിടുത്തെ ആ അന്തരീക്ഷം ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഈ ക്രിസ്ത്യൻസൊക്കെ ധ്യാനത്തിനൊക്കെ പോയില്ലേ, ഇതൊക്കെ തന്നെയാണ് സംഭവം. അവിടെ നിരന്തരമായിട്ടുള്ള ആ ഭക്തി ഗാനങ്ങൾ അല്ലെങ്കിൽ ആ പ്രഭാഷണങ്ങൾ, ഇതിലൊക്കെ പങ്കുകൊള്ളുക, അതൊക്കെ കേൾക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതി, ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതൊക്കെ എനിക്ക് ധാരാളമായിട്ട് കിട്ടി. അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് പോന്നിട്ട് കുറച്ച് നാളും കൂടി ഞാൻ ഏതാണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ കൂടിയാട്ടോ ജീവിച്ചു പോയത്. അതായത് ഞാൻ പറയാലോ, ഇവിടെ ഈ മുപ്പിളി വണ്ട്, ആ വണ്ട് ഇങ്ങനെ മേത്തോടെ കീറിടും. ഞാൻ ഈ സാരി തല ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു തുമ്പെടുത്തിട്ട് ഇവിടെ പിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ പിൻഭാഗം മൊത്തം കവർ ചെയ്യും. അത് അവിടുത്തെ സന്യാസിനിമാർ അങ്ങനെയാണ്. സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ആ തുമ്പിൻ്റെ ഒരു തല ഇവിടെ കുത്തും. അതൊക്കെ നല്ലൊരു കാര്യമല്ലേ? ഇന്നത്തെ ജനങ്ങളുടെ ആ വസ്ത്രധാരണ രീതിയും, സാരി ഉടുത്താൽ പോലും, സാരി ഏറ്റവും നല്ലൊരു ഡ്രസ്സാണെന്ന് നമ്മൾ പറയും. പക്ഷെ അതൊക്കെ വെറുതെ പറയാം. സാരി ഉടുത്താൽ നമ്മൾ എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ശരീരം എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ഡ്രസ്സാണ് സാരി. അപ്പോൾ ഈ സാരി തന്നെ ഉടുത്തിട്ട് അതിങ്ങനെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് അതിൻ്റേതായ ഒരു ഐശ്വര്യത്തിൽ നടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ കാലം പിന്നെയും അത് തന്നെ ഫോളോ ചെയ്തു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ വേണ്ട. സാധാരണ ആളുകൾ പിന്നെ എങ്ങനെയോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിൻ്റെ ഈ കലപില ബഹളത്തിലേക്ക് പെട്ടുപോയി. അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ധ്യാനമൊക്കെ കൂടുന്നതൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് ക്ലീനാക്കി ഒന്ന് കഴുകിയെടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, അന്നൊരു ഡോക്ടർ, കോഴിക്കോട് നല്ലൊരു ലേഡി ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ആ താമസിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഓരോരോ വർക്കുകളുണ്ട്, വെറുതെ അല്ല. ഞാനീ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും. ഫ്രൂട്ട്സ് റെഡിയാക്കി സായിപ്പന്മാർക്കുള്ളതാണേ, അത് നന്നാക്കി കൊടുക്കുക എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, അത് വേറൊരു കാര്യം. പിന്നെ കുറ്റം പറയാൻ, അമ്മയെ തല്ലിയതുകൊണ്ട് 2 പക്ഷം എന്ന് പറഞ്ഞ മാതിരി വെറുതെ നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറയരുത്. നമുക്കറിയാവുന്ന കാര്യമാണ്. കുറച്ച് അവിടെ വയനാട്ടിൽ ആ സംഭവം നടന്നപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അമൃതാനന്ദമയി ആശ്രമത്തിൽ നിന്നും നല്ലൊരു കൈത്താങ്ങ് സാധാരണക്കാരായ പാവങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറയരുത്. അപ്പോൾ ഈ കാര്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാൻ വേണ്ടിയാണ് വന്ന കേട്ടോ. ഞാൻ അവിടെ നിന്നൊരു ധനസഹായം കൈപ്പറ്റിയിട്ടില്ല, ഒന്നും. അവിടെ നിന്ന സമയത്തൊക്കെ ഭക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു. പോന്നപ്പോൾ വളരെ മനസ്സമാധാനത്തോടുകൂടി ഞാൻ തിരിച്ചു പോന്നു. പുലി പോലെ പോയവൻ എലി പോലെ വന്നെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ ഞാൻ വളരെ സമാധാനത്തിൽ പോയി വന്നു. ഇതാണ് എനിക്ക് അന്നും ഇന്നും എന്നും ആശ്രമത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം. ആരും എൻ്റെ ഈ വാക്കുകൾ വളച്ചൊടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. ഞാൻ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇനിയും ഇത് തന്നെയാണ് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.